ആദ്യം പോകുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് തന്നെയാണ്. സംഗമം ഇന്ന് പമ്പയിൽ നടക്കുകയാണ്. രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംഗമം ഉദ്ഘാടനം ചെയ്യുക. 25 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾ ഉൾപ്പെടെ 3500 പ്രതിനിധികളാണ് സംഗമത്തിലേക്ക് എത്തിത്തുടങ്ങുക. അവരിൽ പലരും ഇപ്പോൾ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ച് 2 മന്ത്രിമാർ കൂടി സംഗമത്തിന്റെ ഭാഗമാകും എന്നുള്ള അറിയിപ്പുകൾ കൂടി വരികയാണ്. എന്തായാലും അവിടെ നിന്നുള്ള വിവരങ്ങൾ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എത്രത്തോളം തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നു, രജിസ്ട്രേഷൻ എങ്ങനെ പുരോഗമിക്കുന്നു, ആരൊക്കെയായിരിക്കും പ്രധാനമായും ഡെലിഗേറ്റ്സുകളാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. RB സനൂപ് ഒപ്പം തന്നെ നന്ദുഷ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം സനൂപിലേക്കാണ്. സനൂപ്, നേരത്തെ കണ്ടതാണ് നമ്മൾ രജിസ്ട്രേഷൻ നടപടികളൊക്കെ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പ്രൗഢോജ്വലമായ ഒരു വേദിയൊക്കെ തയ്യാറാക്കിയിരിക്കുന്നു. എല്ലാതരം വിവാദങ്ങളെയൊക്കെ മാറ്റി നിർത്തി ശബരിമലയുടെ ഒരു വികസനം എന്ന ലക്ഷ്യത്തോടുകൂടി, ഒരു കാഴ്ചപ്പാടോടുകൂടി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനം ഒരുപാട് ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ തമിഴ്നാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രിമാരടക്കം പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആഗോള സംഗമം എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ പലയിടങ്ങളിൽ നിന്നായി ഡെലിഗേറ്റ്സുകൾ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? സനൂപ്, ആളുകളൊക്കെ എത്തി തുടങ്ങിയോ? ജിൽസി, 9:30 ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡെലിഗേറ്റ്സുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ CPM നേതാവും മലബാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടുള്ള OK വാസു മീഡിയയോടൊപ്പം ചേരുകയാണ്. ഈ ആഗോള സംഗമം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. എന്തു തോന്നുന്നു, ഇങ്ങനെ ഒരു സംഗമം കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെടുന്നത് ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ ഈ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാർ ഈ കാനന മധ്യത്തിലുള്ള മഹാക്ഷേത്രത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയും അയ്യപ്പ ഭക്തന്മാർക്കും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, വികസനങ്ങളെല്ലാം ഉയർത്താൻ വേണ്ടിയുള്ള വിപുലമായൊരു യോഗമാണ് ഉദ്ദേശിക്കുന്നത്. ആ യോഗത്തിൽ കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളും സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡുകളുടെയും കേരളത്തിൻ്റെയും ചരിത്രത്തിൽ ഇതൊരു വലിയ ചരിത്ര സംഭവമായി മാറുകയാണ്. ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവമായി, ലോകമെമ്പാടും അറിയപ്പെടുന്ന, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി ശബരിമല മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഇന്ന് നടക്കുന്നത്. ഒരു രാഷ്ട്രീയ വിവാദത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു ഇവിടെ. കാരണം പ്രതിപക്ഷവും ഭരണപക്ഷവും ഇപ്പോഴും ഈ പഴയ യുവതീ പ്രവേശനം ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പോരടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അല്ല, രാഷ്ട്രീയ വിവാദത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല. അയ്യപ്പൻ സർവ്വചരാചരങ്ങളുടെയും ദൈവമായിട്ട് വാഴുന്ന ഒരു മഹാ സംഭവമാണല്ലോ. തത്വമസി എന്നാണ് ഈ ശബരിമലയിൽ വരുന്ന എല്ലാ ആളുകളും കാണുന്ന ഒരു വാക്ക് തത്വമസിയ. അയ്യപ്പൻ്റെ ഈ സന്ദേശം മറ്റൊരു മതവിഭാഗത്തിനും അവകാശപ്പെടാതെ മതേതരമായ ഏറ്റവും വലിയ മതേതര സംഗമം തന്നെയാണ് അയ്യപ്പൻ്റെ ഈ സംഗമം. കാരണം അതിൽ ജാതിയില്ല, മതമില്ല, എല്ലാവരെയും അയ്യപ്പൻ്റെ സന്നിധിയിൽ കാണാം. അവിടെ ഈ പറയുന്ന ഈ മറ്റു ക്ഷേത്രങ്ങളിൽ കയറുമ്പോഴുള്ള വസ്ത്രം ധരിക്കാതെ, പിന്നെ ഷർട്ട് ധരിക്കാതെ ഒക്കെ വരണമെന്നുള്ള നിബന്ധനകളൊന്നും ഇവിടെ ഇല്ല. പ്രതിപക്ഷവും യഥാർത്ഥത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നല്ലേ? പങ്കെടുക്കേണ്ടതായിരുന്നു. ഇതിലൊരു രാഷ്ട്രീയം കാണേണ്ടതില്ലല്ലോ. അങ്ങനെ പിന്നെ ഈ ദേവസ്വം ബോർഡുകൾ നടത്തുന്ന ഒരു പരിപാടിയിലും പ്രതിപക്ഷക്കാർ പങ്കെടുക്കാൻ പാടില്ലല്ലോ. ഇത് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണല്ലോ, സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തന്നെ. ആ സർക്കാരിനൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, സർക്കാരിൻ്റെ കീഴിലാണല്ലോ ദേവസ്വം ബോർഡ്. അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയം കാണേണ്ടതില്ല. എല്ലാവരും സഹകരിക്കുവാണ് വേണ്ടത്. ഇവിടെ അയ്യപ്പൻ്റെ സങ്കല്പം തന്നെ ഈ തീർത്ഥാടനത്തിലെ പ്രധാനപ്പെട്ട എല്ലാവരും അയ്യപ്പന്മാരാണ്. പരസ്പരം കണ്ടാലും സ്വാമി ശരണം, അതുപോലെ തന്നെ ശരണം അയ്യപ്പ എന്നുള്ള അഭിസംബോധനയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇതിലൊരു രാഷ്ട്രീയം കാണേണ്ടതില്ല. അതൊരു ഈ എന്താ പറയുക, മനസ്സിൻ്റെ വിശാലത കുറവാണതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്.
അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം 9:30 തന്നെ ആരംഭിക്കും. മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ജിൽസി പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ PK ശേഖർ ബാബുവും അതുപോലെ പളനിസ്വാമിയും 2 പേരാണ് ഈ പരിപാടിയിൽ പ്രത്യേക ക്ഷണിതാവായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ സാമുദായിക നേതാക്കളൊക്കെ തന്നെ ഇതിൽ ക്ഷണിതാവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ എല്ലാവരും എത്തുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം NSSും SNDP ഒക്കെ തന്നെ അവരുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. NSS അവരുടെ വൈസ് പ്രസിഡന്റ് തന്നെ അയക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഈ നോട്ടീസ് ബോർഡിലടക്കം അച്ചടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ എത്തും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഏതായാലും ഡെലിഗേറ്റ്സുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ രജിസ്ട്രേഷൻ നടപടികളും മറ്റുമൊക്കെ ആരംഭിച്ചിരുന്നു. 3500ഓളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കൂറ്റൻ ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ 43,000 ചതുരശ്ര അടിയിൽ തയ്യാറാക്കിയ പ്രധാനപ്പെട്ട വേദിയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഉദ്ഘാടനവും സമാപനവും അതുപോലെ പ്രധാന ചർച്ചയും നടക്കുന്ന ഇടം. ഈ ഉദ്ഘാടനം 2 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞ ശേഷമാണ് പാനൽ ഡിസ്കഷൻ ആരംഭിക്കുന്നത്. 3 വിഷയങ്ങളായിട്ട് തരംതിരിച്ചുകൊണ്ടാണ് ജിൽസി ഈ പാനൽ ഡിസ്കഷൻ നടക്കുന്നത്. അത് ഈ പ്രധാനപ്പെട്ട വേദിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. ഹൈപ്പവർ കമ്മിറ്റി അംഗങ്ങളടക്കം പങ്കെടുക്കുന്ന ചർച്ചയാണ് ഈ പ്രധാന വേദിയിൽ നടക്കുന്നത്. രണ്ടാമത്തെ വേദിയിൽ നടക്കുന്നത് ഒരു തീർത്ഥാടന ടൂറിസം സർക്യൂട്ടായിട്ട് ശബരിമലയെ എങ്ങനെ മാറ്റാൻ സാധിക്കും, അനുബന്ധമായിട്ടുള്ള സ്ഥലങ്ങളുടെ വികസനം, അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടൂറിസം തീർത്ഥാടന സർക്യൂട്ട് രൂപീകരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊരു ചർച്ച രണ്ടാമത്തെ വേദി നടക്കും. മൂന്നാമത്തെ വേദിയിൽ ചർച്ച നടക്കുന്നത് നേരത്തെ നമ്മൾ രാവിലെ സംസാരിച്ചതാണ്. ഡെലിഗേറ്റ്സുകളൊക്കെ അവരുടെ വിഷമം പങ്കുവച്ചത്. കാരണം മണിക്കൂറുകളോളം 14-15 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ട സാഹചര്യമൊക്കെ ശബരിമലയിൽ ദർശന സമയത്ത് വരുമ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ശബരിമലയിലെ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യത്തിലാണ് മൂന്നാമത്തെ വേദിയിൽ ചർച്ച നടക്കുന്നത്. 3 ചർച്ചകളും ഒരേ സമയത്താണ് നടക്കുക. അതിനുശേഷം ഇത് സംബന്ധിച്ചുള്ള ക്രോഡീകരണവും മറ്റുമൊക്കെ ഉണ്ടാവും. തുടർന്ന് 3:45 സമാപന സമ്മേളനം. അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ മന്ത്രി VN വാസവൻ ഇതിന്റെ ഒരു സംക്ഷിപ്ത രൂപം അദ്ദേഹം ക്രോഡീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യും. അതിനുശേഷവും ഇതിൽ എന്തൊക്കെ തീരുമാനം എടുക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മീഡിയയോട് പറഞ്ഞത്. എന്തായാലും അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഈ വേദിയിൽ നടക്കുന്നുണ്ട്. അല്പസമയത്തിന് തന്നെ VVIPകൾ ഈ വേദിയിലേക്ക് എത്തുന്നതാണ്. ജിൽസി, എന്തായാലും VVIPകളെയൊക്കെ കാത്തിരിക്കുകയാണ് ആ സംഗമ വേദി എന്നുള്ളതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടനം 9:30 നടക്കാനിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പ്രധാന വേദിയിൽ പൂർത്തിയായതായി കാണാം.